നമസ്കാരം. ഇന്ത്യക്ക് മേൽ ട്രംപ് ഭരണകൂടം ചുമത്തിയ ഈ തീരുവകൾ റഷ്യയെ സമ്മർദ്ദത്തിലാക്കിയെന്നും അതുകൊണ്ടാണ് പുടിൻ ചർച്ചയ്ക്ക് തയ്യാറായത് എന്നുമാണ് ട്രംപിന്റെ വാദം. എന്നാൽ ഇതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? റഷ്യയെ നിയന്ത്രിക്കാൻ ഇന്ത്യയെ ഒരു ഉപകരണം മാത്രമായി അമേരിക്ക ഉപയോഗിക്കുകയാണോ? ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഫോക്സ് ന്യൂസ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇന്ത്യക്കെതിരെ താൻ ഏർപ്പെടുത്തിയ അധിക തീരുവകൾ അടിസ്ഥാനപരമായി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇത് റഷ്യയെ എങ്ങനെ ബാധിച്ചു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവിനെ നഷ്ടപ്പെടുകയും നിങ്ങളുടെ ആദ്യത്തെ വലിയ ഉപഭോക്താവിനെ നഷ്ടപ്പെടാൻ സാധ്യതയുമുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു പങ്കുണ്ടായിരിക്കാം. ഇവിടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവായി ഇന്ത്യയെയും ആദ്യത്തെ ഉപഭോക്താവായി ചൈനയെയും ട്രംപ് പരോക്ഷമായി സൂചിപ്പിക്കുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ അമേരിക്ക നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്ത്യ തങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടർന്നു. ഇതാണ് പുതിയ തീരുവകൾക്ക് ട്രംപിനെ പ്രേരിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക ലെവി ചുമത്തിയതോടെ ആകെ തീരുവ 50% ഉയർന്നു. ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് ഇതിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇനി ഇന്ത്യയുടെ നിലപാട് നോക്കുമ്പോഴോ, ദേശീയ ഊർജ സുരക്ഷയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ട്രംപിന്റെ വാദങ്ങളെ ഇന്ത്യ തള്ളിക്കളയുകയാണ്. തങ്ങളുടെ നടപടികൾ അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഊർജ്ജ സുരക്ഷ അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയെ പോലെ അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കുന്നത് വളരെ നിർണായകമാണ്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭ്യമാകുമ്പോൾ അത് വാങ്ങാതിരിക്കാൻ ഇന്ത്യക്ക് ഒരു കാരണവുമില്ല. ഒരു രാജ്യത്തിന്റെ വിദേശകാര്യ നയങ്ങൾ രൂപീകരിക്കുന്നത് അവരുടെ ദേശീയ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ്. ഈ അടിസ്ഥാന തത്വം മുൻനിർത്തിയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ ഇന്ത്യ കാണുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇതിനെ ഒരു ദുർബല രാജ്യത്തിന്റെ നിലപാടായി ആർക്കും കാണാൻ കഴിയില്ല. മറിച്ച് ലോകത്തിലെ ഒരു പ്രധാന ശക്തിയായി വളരുന്ന ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇനി നമ്മൾ പുതിയ തന്ത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ട്രംപിന്റെ ലക്ഷ്യം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം വഷളാക്കുക എന്നതല്ല, മറിച്ച് റഷ്യയെ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അലാസ്ക കൂടിക്കാഴ്ചയിൽ റഷ്യയുമായി ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ മേൽ ചുമത്തിയ അധിക തീരുവകൾ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ട്രംപിന്റെ തന്ത്രം ഇന്ത്യക്ക് മേൽ കൂടുതൽ തീരുവകൾ ഏർപ്പെടുത്തി റഷ്യയെ വരുതിയിലാക്കുക എന്നതായി മാറും. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്: ഉക്രൈൻ യുദ്ധം പരിഹരിക്കാൻ ഇന്ത്യ ഒരു നയതന്ത്രപരമായ പങ്ക് വഹിച്ചാൽ അത് വ്യാപാരത്തിലെ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുമെന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രതീക്ഷകൾക്ക് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നത് കണ്ടറിയേണ്ടതാണ്. US തീരുവകൾ നിലവിൽ വന്നാൽ അത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ പ്രതികൂലമായി ബാധിക്കും, പ്രത്യേകിച്ചും കാർഷിക ക്ഷീര ഉൽപ്പന്ന മേഖലകളെ. ഇന്ത്യയുടെ ശക്തമായ നിലപാടുകൾ കാരണം അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ നിലവിൽ സ്തംഭിച്ച അവസ്ഥയിലാണ്. അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ ഇത് പുനരാരംഭിക്കാൻ സാധ്യതയുള്ളൂ. ഒന്നാമതായി, മറ്റ് രാജ്യങ്ങളുമായി പുതിയ വ്യാപാര പങ്കാളിത്തങ്ങൾ ഉണ്ടാക്കുക. യൂറോപ്യൻ യൂണിയൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നിവയുമായി ബന്ധം ശക്തമാക്കുന്നത് ഇതിന് സഹായിക്കും. രണ്ടാമതായി, രാജ്യത്തിനകത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. മൂന്നാമതായി, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തി തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിയും. ഇത് അമേരിക്കൻ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ സഹായിക്കുകയും ചെയ്യും. ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ ഒരു വാണിജ്യ യുദ്ധത്തിന്റെ സൂചനയാണ് നൽകുന്നത്. റഷ്യയെ നിയന്ത്രിക്കാൻ ഇന്ത്യയെ ഒരു കരുവാക്കി ഉപയോഗിക്കാനുള്ള ശ്രമം ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളെ അവഗണിക്കുന്ന ഒന്നാണ്. ഇന്ത്യ ഇതിനെ ശക്തമായി എതിർക്കുകയും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യും. ലോകരാഷ്ട്രീയം കൂടുതൽ സങ്കീർണമാകുമ്പോൾ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് നിർണ്ണയിക്കുന്നത് അവരുടെ തന്ത്രപരമായ നീക്കങ്ങളാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാടുകൾ ഭാവിയിൽ നിർണായകമാവും എന്നതിൽ സംശയമേ വേണ്ട. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.